പിന്നെ എന്താണ് ഈ ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറഞ്ഞു? അതിനകത്തൊരു കാര്യമുള്ളൂ. അടിസ്ഥാനപരമായിട്ട് ലെഫ്റ്റും റൈറ്റും തമ്മിൽ ഇപ്പോൾ വേർതിരിക്കുന്നത് ഇസ്ലാമിനോടുള്ള സമീപനം എന്താണെന്നുള്ളതാണ്. ഇസ്ലാമിനെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറെ എന്ത് ലെഫ്റ്റ് മൂല്യങ്ങൾ, ലെഫ്റ്റ് പൊളിറ്റിക്കൽ വേൾഡ് വ്യൂസും കൊണ്ടായിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ, ഒരു അംശം തർക്കമുണ്ട് നമ്മൾ കേരളം എടുക്കുക. കേരളത്തിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഐഡിയാസ് ആണ് നിങ്ങളുടെ ഇരിക്കുന്നത് കേട്ടോ. എല്ലാം ലെഫ്റ്റ് 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 ലെഫ്റ്റ്. പക്ഷെ യു ക്രിട്ടിസൈസ് ഇസ്ലാം, തീർന്നു. നിങ്ങളുടെ സാധനം തീർന്നു. ഇനി ഏത് സാംസ്കാരിക നായകനായിക്കോട്ടെ, സിനിമാ താരമായിക്കോട്ടെ, രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഫേസ്ബുക്ക് ഓപ്പറേറ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരൊറ്റ ഒരു സംഗതി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒരു പറഞ്ഞത് അത്രേ ഉള്ളൂ. ഇടതെന്നാൽ ഇസ്ലാം എന്നുള്ള പ്രഭാഷണം ഞാൻ നടത്തിയിട്ട് 1 കൊല്ലമായി. അതിനപ്പുറം കേരളം ഒട്ടും വളർന്നിട്ടില്ല, വളരാനും പോകുന്നില്ല. നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് അതിനെക്കുറിച്ച് വീണ്ടും വന്ന് ചോദിച്ചാലും അതായിരിക്കും അവസ്ഥ. ദാറ്റ്സ് എ റിയാലിറ്റി, ദാറ്റ്സ് എ ഫാക്ട്, ഇൻഎസ്കേപ്പബിൾ റിയാലിറ്റി. പിന്നെ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ.